അൺഎംപ്ലോയിഡ് സീരീസിന്റെ പാർട്ട് 8 എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് റീൽസ് യൂസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റീൽസ് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നല്ല രീതിയിൽ ധാരണ ഉണ്ടാവും. അപ്പോൾ ആ ട്രെൻഡ് യൂസ് ചെയ്ത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് അവർ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. ആവശ്യക്കാർക്ക് ആ പ്രൊഡക്റ്റ് എത്തുകയും വേണം, അതേപോലെ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിലോട്ട് എത്തുകയും വേണം എന്നുള്ളതാണ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് റീൽസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. റീൽസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്ന തരത്തിലുള്ള ഓഡിയൻസിന് പുറമെ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നമുക്കത് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രൊഡക്റ്റ് മാത്രമല്ല, ഏത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് റീൽസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം. ഇതിന് ഞാൻ എക്സാമ്പിളാണ്. ഞാൻ നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഹൈലൈറ്റ് മാളിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വിസിറ്റിംഗ് കാർഡാണ്. ആ വിസിറ്റിംഗ് കാർഡ് ജസ്റ്റ് എനിക്ക് നല്ല ക്വാളിറ്റി തോന്നിയുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട സമയത്ത് അതിന് നല്ല രീതിയിൽ റീച്ച് കിട്ടി എന്നുള്ളത് മാത്രമല്ല, ആ വിസിറ്റിംഗ് കാർഡിൻ്റെ ഓണർ എനിക്ക്, ഞാൻ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്ത വീഡിയോ അല്ല, എന്നാൽ പോലും ആൾ എനിക്ക് ആ ഒരു റീൽസ് വഴി ആൾ ക്യാഷ് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് വേണ്ടപ്പെട്ടവർക്ക് എത്തുകയും അതുപോലെ ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ആൾ എനിക്ക് ക്യാഷ് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. വലിയ രീതിയിൽ ക്യാഷ് ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത വീഡിയോ ആണ്. എന്നിരുന്നാൽ പോലും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് പേ ചെയ്യും, ഷുവറാണ്. ഇനി മറ്റുള്ളൊരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യേണ്ട സ്വന്തം ബിസിനസ്സിനെയാണ് നിങ്ങൾക്ക് വളർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ പോലും റീൽസ് നല്ലൊരു ഓപ്ഷനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഇക്കാൾ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് നല്ല ഹൈലി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ യൂസ് പറഞ്ഞ് നിങ്ങൾ റെഗുലർലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ആ പ്രൊഡക്റ്റ് എത്തും, എന്തായാലും ആൾക്കാർ മേടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മുടെ സ്കില്ല് യൂസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സ്കില്ല് പഠിച്ച് ആ സ്കില്ല് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.